ഇപ്പോൾ മുംബൈയിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർക്ക് കാണാൻ കഴിയുന്നത്. 2020 ലോകകപ്പ് കിരീട ജേതാക്കളായ ടീമിന് വൻ വരവേൽപ്പ് നൽകുകയാണ് മുംബൈ നിവാസികൾ. തത്സമയ വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധികളുണ്ട്. രഞ്ജു മത്തായിലേക്ക്. ആദ്യം രഞ്ജു, ഇപ്പോൾ റോഡ് ഷോ ആരംഭിച്ചിട്ടുണ്ട്. വീരോചിത വരവേൽപ്പ് അവർ നൽകുകയാണ് ടീം അംഗങ്ങൾക്ക്. അനുജ, ഇന്ത്യൻ ടീം അംഗങ്ങൾ മുംബൈ വിമാനത്താവളത്തിലെത്തി എന്നുള്ളതാണ് ഏറ്റവും പുതിയ വാർത്ത. മുംബൈ വിമാനത്താവളത്തിന് പുറത്തേക്ക് ഇന്ത്യൻ താരങ്ങൾ എത്തുന്നു. ട്രോഫി ഏന്തി ഇന്ത്യൻ താരങ്ങൾ കടന്നു വരുന്നു. ഹാർദിക് പാണ്ഡ്യ മുംബൈയിൽ 2020 ലോകകപ്പ് ട്രോഫി ചുമലിലേറ്റിക്കൊണ്ട് ഹാർദിക് പാണ്ഡ്യ വരുന്നു. മുംബൈ ഇന്ത്യൻസിന്റെ നായകൻ ഹാർദിക് പാണ്ഡ്യ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി ഏറ്റ എല്ലാ അപമാനങ്ങളെയും എല്ലാ ട്രോളുകളെയും അടിച്ചു പറത്തിയ ഹാർദിക് പാണ്ഡ്യയാണ് മുംബൈ വിമാനത്താവളത്തിൽ ആ ട്രോഫി, ആ ലോകകപ്പ് ട്രോഫി ചുമലിലേറ്റി എത്തുന്നത് എന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയമായ ഒരു വിഷ്വലായി മാറുന്നു. നോക്കൂ, മറൈൻ ഡ്രൈവിൻ്റെ ദൃശ്യങ്ങൾ. മറൈൻ ഡ്രൈവിൽ അത്രയധികം ആളുകൾ തിങ്ങി നിറഞ്ഞിട്ടുണ്ട്. ആ ദൃശ്യങ്ങൾ കാണാൻ അത്രമേൽ ആവേശം നിറഞ്ഞ ഒരു അന്തരീക്ഷം നമുക്ക് മുംബൈ നഗരത്തിൽ കാണാൻ കഴിയുന്നു. അത്രമേൽ വലിയ ഒരു നേട്ടം. 17 വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ ആദ്യ 2020 ലോകകപ്പ് കിരീടം നേടിയതിനു ശേഷം 17 വർഷത്തെ കാത്തിരിപ്പിന് ശേഷമാണ് ഇന്ത്യ ലോകകപ്പ് 2020 ലോകകപ്പ് കിരീടം നേടുന്നത്. ഇപ്പോൾ ഇന്ത്യൻ ടീം അംഗങ്ങൾ കടന്നു വരുന്ന ദൃശ്യങ്ങളാണ്. വലിയ സുരക്ഷാ വലയത്തിന് നടുവിലൂടെയാണ് ഇന്ത്യൻ താരങ്ങൾ വരുന്നത്. രോഹിത് ശർമ്മ കടന്നു പോകുന്ന ദൃശ്യങ്ങൾ. രോഹിത് ശർമ്മയ്ക്കൊപ്പം ഭാര്യയും മകളുമുണ്ട്. നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ കഴിയുന്നു. സൂര്യകുമാർ യാദവ് വരുന്നു. മുംബൈ ഇന്ത്യൻസിന്റെ താരവും ലോകകപ്പിലെ ഹീറോകളിൽ നിന്നാണ് വിരാട് കോഹ്ലി. വിരാട് കോഹ്ലി കടന്നു വരുന്നു. വിരാട് കോഹ്ലിയും യുസ്വേന്ദ്ര ചഹലുമാണ് നമ്മൾ ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത്. വിരാട് കോഹ്ലിയും യുസ്വേന്ദ്ര ചഹലും കടന്നു വരുന്നു. വലിയ രാഹുൽ ദ്രാവിഡ്, ഇന്ത്യൻ ടീമിന്റെ പരിശീലകൻ രാഹുൽ ദ്രാവിഡും എയർപോർട്ടിന് പുറത്തേക്ക്. ജസ്പ്രീത് ബുംറ ഈ 2020 ലോകകപ്പിലെ ഏറ്റവും മികച്ച ബൗളർ എന്നുള്ള പദവി സ്വന്തമാക്കിക്കൊണ്ട് ജസ്പ്രീത് ബുംറയും എത്തുന്നു. അങ്ങനെ രാജ്യത്തിന്റെ അഭിമാന താരങ്ങൾക്ക്, ഏതൊരു കായിക താരത്തിൻ്റെയും വലിയൊരു സ്വപ്നമാണ് സ്വന്തം രാജ്യത്തിന് വേണ്ടി ഒരു വലിയ വിശ്വ നേട്ടം കൈവരിക്കുക. അതിനുശേഷം നാട്ടിലേക്ക് മടങ്ങിയെത്തുമ്പോൾ അവർക്ക് അവരുടെ ബന്ധുക്കളെ, അവരുടെ സുഹൃത്തുക്കളെ, ആ നാട്ടുകാരെ അഭിമുഖീകരിക്കുക എന്നുള്ളത് അതേ ഒരു കായിക താരത്തിൻ്റെ വലിയ സ്വപ്നമാണ്. ആ വലിയ സ്വപ്നം സാക്ഷാത്കരിച്ചുകൊണ്ട് ഇന്ത്യൻ താരങ്ങൾ ഇതാ മുംബൈയിൽ പറന്നിറങ്ങുകയാണ്. ഇനി ആ നീലക്കടലിന് നടുവിലൂടെ ഈ സ്വപ്ന താരങ്ങൾ കടന്നു വരും. അവരുടെ എല്ലാം ഒരു സച്ചിൻ ടെണ്ടുൽക്കറിനും രാഹുൽ ദ്രാവിഡിനും സൗരവ് ഗാംഗുലിക്കുമെല്ലാം നമ്മൾ വിശേഷിപ്പിക്കപ്പെട്ട ആ സുവർണ തലമുറ, ആ രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും നയിച്ച ആ സുവർണ തലമുറ രാജ്യത്തിന് ഒരു ലോക കിരീടം സമ്മാനിച്ചുകൊണ്ട് മടങ്ങിയെത്തുകയാണ്. മറൈൻ ഡ്രൈവിലെ ഈ ദൃശ്യങ്ങൾ മതി ഇന്ത്യയുടെ ക്രിക്കറ്റിനോടുള്ള അഭിനിവേശത്തെ അടയാളപ്പെടുത്താൻ. അത്രമാത്രം കാണികൾ തിങ്ങി നിറഞ്ഞിട്ടുണ്ട്. മുംബൈ വാങ്കഡെ സ്റ്റേഡിയം, നമുക്ക് ഒരുപക്ഷെ മുംബൈ വാങ്കഡെ സ്റ്റേഡിയത്തിൻ്റെ ദൃശ്യം സ്ക്രീനിൽ കാണിക്കാൻ കഴിയും. മുംബൈ വാങ്കഡെ സ്റ്റേഡിയം 4 മണിക്ക് തന്നെ തിങ്ങി നിറഞ്ഞിട്ടുണ്ട്. PCR ആ മുംബൈ വാങ്കഡെ സ്റ്റേഡിയത്തിൻ്റെ ദൃശ്യം ഒന്ന് സ്ക്രീനിലേക്ക് എടുക്കുകയാണെങ്കിൽ നമുക്കിത് കാണാൻ കഴിയും. അത്ര ആവേശം നിറഞ്ഞ കാഴ്ച മുംബൈ വാങ്കഡെ സ്റ്റേഡിയത്തിൽ നമുക്ക് കാണാൻ കഴിയും. ഇത് വിസ്താര വിമാനം. നേരത്തെ വിസ്താര വിമാനം മുംബൈ വിമാനത്താവളത്തിൽ ലാൻഡ് ചെയ്തപ്പോൾ വാട്ടർ സല്യൂട്ട് നൽകിയിട്ടാണ് മുംബൈ വിമാനത്താവളത്തിൽ ഇന്ത്യൻ താരങ്ങളുടെ വിമാനത്തെ സ്വീകരിച്ചത്. നമുക്ക് കാണാം മനോഹരമായ ദൃശ്യം. ഏതൊരു താരത്തിനും ഏതൊരു ഇന്ത്യക്കാരനും അഭിമാനിക്കാവുന്ന നിമിഷം. നോക്കൂ, മുംബൈ വിമാനത്താവളത്തിൽ ടീം വന്നിറങ്ങുന്നതിൻ്റെ ദൃശ്യമാണ്. വലിയ വരവേൽപ്പ് എയർപോർട്ട് അധികൃതരും ഇന്ത്യൻ ടീമിന് നൽകുന്നു. വിസ്താരയുടെ പ്രത്യേക വിമാനത്തിലാണ് ഇന്ത്യൻ ടീം അല്പസമയം മുമ്പ് സ്റ്റേഡിയത്തിലേക്ക് എത്തിയത്. രോഹിത് ശർമ്മ മുംബൈ വിമാനത്താവളത്തിൽ പുറത്തേക്ക് വരുന്ന വിമാനത്തിൽ ഇറങ്ങിയതിനു ശേഷം രോഹിത് വരുന്ന ആ ദൃശ്യങ്ങളാണ്. കുടുംബാംഗങ്ങളുണ്ട് രോഹിത് ശർമ്മയ്ക്കൊപ്പം, താരങ്ങളെല്ലാം ഉണ്ട്. പൂക്കള് വാരി വിതറിക്കൊണ്ട് എയർപോർട്ടിലെ ജീവനക്കാർ ടീമിനെ സ്വീകരിക്കുന്നു. ഒരു കായിക താരത്തിന്റെ ഏറ്റവും വലിയ ഡ്രീമാണിത്. ആ സ്വപ്നം സാക്ഷാത്കരിച്ചു ആ താരങ്ങൾ എന്നുള്ളതാണ്. ഒരു IPL കിരീട നേട്ടമോ, ഒരു പക്ഷേ ഒരു IPL കിരീട നേട്ടമോ, ഒരു മാൻ ഓഫ് ദി മാച്ചോ, അങ്ങനെ പ്രൊഫഷണൽ ലീഗുകളിൽ കളിച്ച നേട്ടമോ അല്ല. ഒരു ലോക ചാമ്പ്യൻഷിപ്പ് നേടുക എന്നുള്ളത് ഏതൊരു താരത്തെ സംബന്ധിച്ചും അഭിമാനകരമായ കാര്യമാണ്. ആ നേട്ടം കൈവരിച്ചുകൊണ്ട് ഇന്ത്യയുടെ സുവർണ തലമുറ എത്തുകയാണ്. രാജ്യത്തിൻ്റെ സ്നേഹവായ്പ ഏറ്റുവാങ്ങാൻ വേണ്ടി താരങ്ങൾ മുംബൈ വാങ്കഡെ സ്റ്റേഡിയത്തിലേക്ക് അല്പസമയത്തിനകം എത്തും. മുംബൈ വാങ്കഡെ സ്റ്റേഡിയത്തിലാണ് ഔദ്യോഗിക പരിപാടികൾ. BCCI താരങ്ങൾക്ക് നൽകുന്ന 125 കോടിയുടെ പാരിതോഷികം. നമുക്ക്
അഭിമാനിക്കാവുന്ന നേട്ടം സഞ്ജു സാംസണും മലയാളികളുടെ അഭിമാന താരം സഞ്ജു സാംസണും ഈ ലോകകപ്പ് ടീമിലുണ്ട് എന്നുള്ളത് മലയാളികൾക്കും അഭിമാനിക്കാൻ കഴിയുന്ന കാര്യമാണ്. രാജ്യത്തെ സംബന്ധിച്ച് ഏറ്റവും സന്തോഷകരമായ നിമിഷം. ഒരുപക്ഷേ സമ്മർദ്ദങ്ങളെ അതിജീവിക്കുക എന്നുള്ളത് നമുക്ക് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ക്രിക്കറ്റിൽ ഇന്ത്യക്ക് വലിയ വെല്ലുവിളി നിറഞ്ഞ കാര്യമായിരുന്നു. കാരണം സമ്മർദ്ദങ്ങളുടെ ഘട്ടത്തിൽ വലിയ നിർണായക ഫൈനലുകളിൽ, നിർണായക സെമി ഫൈനലുകളിൽ നമുക്ക് കാലിടുന്ന കാഴ്ച നമ്മൾ പല തവണ കണ്ടിട്ടുണ്ട്. ഒരു കഴിഞ്ഞ 17 വർഷം 2020-ൽ സ്ഥിരതയാർന്ന പ്രകടനം നമ്മൾ കാഴ്ചവെച്ചു. പക്ഷേ 2007-ലെ ആദ്യ ലോകകപ്പ് നേട്ടത്തിന് ശേഷം ഇന്ത്യക്ക് ആ പ്രകടനം ആവർത്തിക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ 17 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം ബാർബഡോസിൽ സമ്മർദ്ദങ്ങളെല്ലാം അതിജീവിച്ചുകൊണ്ടാണ് ഇന്ത്യൻ ടീം ആ നേട്ടം കൈവരിച്ചിട്ടുള്ളത്. ഇന്ത്യൻ ടീം എത്താൻ പോകുന്നു. കനത്ത മഴയ്ക്കിടയിലും വലിയ മഴ പെയ്യുന്നുണ്ട് മുംബൈയിൽ. ഈ കനത്ത മഴയെ അതിജീവിച്ചുകൊണ്ട് 10,000-ങ്ങളാണ് എത്തിയിട്ടുള്ളത്. നമ്മോടൊപ്പം എസ് വിജയകുമാർ കൂടി ചേരുന്നുണ്ട്. എസ് വിജയകുമാർ, നമുക്ക് ഏറ്റവും സന്തോഷകരമായ നിമിഷം സമ്മാനിച്ച ഒരു ബാർബഡോസിലെ ചരിത്ര നേട്ടമാണ്. നമുക്കറിയാം, അഹമ്മദാബാദിൽ ഏകദിന ലോകകപ്പിൽ നമ്മൾ കണ്ണീരോടെ മടങ്ങുന്ന കാഴ്ച നമ്മൾ കണ്ടു. പക്ഷേ ഇപ്പോൾ അത് ഏറ്റവും സന്തോഷകരമായ നിമിഷം. രാജ്യത്തിൻ്റെ അഭിമാന താരങ്ങൾ എത്തുന്നു. അവർക്ക് മുംബൈയിൽ ഒരു നീലക്കടലിൻ്റെ നടുവിലേക്ക് അവരെത്തുകയാണ്. വിജയകുമാർ. യെസ്, രഞ്ജു പറഞ്ഞതുപോലെ മുംബൈയിലെ നരിമാൻ പോയിന്റ് മുതൽ തുടങ്ങുന്ന ഒരു വിക്ടറി പരേഡിന് മുംബൈ മഹാനഗരം സാക്ഷ്യം വഹിക്കാൻ പോവുകയാണ്. നരിമാൻ പോയിന്റ് മുതൽ വാങ്കഡെ സ്റ്റേഡിയം വരെ തുറന്ന വാഹനത്തിൽ 2020 ലോകകപ്പുമായി ആരാധകർക്ക് മുന്നിൽ, രാജ്യത്തിന് മുന്നിൽ ടീം ഇന്ത്യയുടെ വിക്ടറി പരേഡിന് രാജ്യം സാക്ഷ്യം വഹിക്കാൻ പോവുകയാണ്. കഴിഞ്ഞ എത്രയോ നാളുകളായി ഓരോ ഇന്ത്യക്കാരനും, ഓരോ ക്രിക്കറ്റ് പ്രേമിയും, ഓരോ കായിക പ്രേമിയും കാത്തിരിക്കുന്ന ഒരു മുഹൂർത്തത്തിന് രാജ്യം സാക്ഷ്യം വഹിക്കാൻ പോകുന്നു. അങ്ങനെ 2020 വേൾഡ് കപ്പുമായി ഇന്ത്യയിലേക്ക് ബാർബഡോസിൽ നിന്നും ഇന്ന് രാവിലെ എത്തിയ ടീം ഇന്ത്യക്ക് ഡൽഹിയിൽ രാജകീയ വരവേൽപ്പ്. ഇതാ അവർ മുംബൈയിലേക്ക് എത്തുന്നു. മുംബൈയിൽ ഇന്ത്യൻ ടീമിനെ വരവേൽക്കാൻ രാജ്യത്തിൻ്റെ പരിച്ഛേദം തന്നെ അവിടെ എത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അക്ഷരാർത്ഥത്തിൽ അതിൽ ഒട്ടും തെറ്റില്ല. കാരണം നേരത്തെ ശ്രീനാഥ് പറഞ്ഞതുപോലെ മഹാരാഷ്ട്രയിൽ നിന്നുള്ളവർ മാത്രമല്ല, അപ്പുറത്ത് ഗുജറാത്തിൽ നിന്നും, ഇപ്പുറത്ത് ഗോവയിൽ നിന്നും, കർണാടകയിൽ നിന്നും, എന്തിനേറെ മുംബൈയിൽ ജോലി ചെയ്യുന്ന മലയാളികളും തമിഴ്നാട്ടുകാരും ഡൽഹിക്കാരും ഉത്തർപ്രദേശുകാരും അടങ്ങുന്ന ഇന്ത്യയുടെ ഒരു പാൻ ഇന്ത്യ, അതാണ് നമ്മൾ മഹാരാഷ്ട്രയുടെ തെരുവീതിയിൽ, മുംബൈയുടെ തെരുവീതിയിൽ ഇപ്പോൾ കാണുന്നത്. നരിമാൻ പോയിന്റ് മുതൽ വാങ്കഡെ സ്റ്റേഡിയം വരെ നീണ്ടുകിടക്കുന്ന മുംബൈയുടെ രാജവീതിയിലൂടെ 2020 ലോകകപ്പുമായി ടീം ഇന്ത്യ അവരുടെ വിക്ടറി പരേഡിന് അണിനിരക്കുകയാണ്. അല്പസമയം മുമ്പാണ് വിമാനം, വിസ്താര പ്രത്യേക വിമാനം മുംബൈ വിമാനത്താവളത്തിലെത്തിയത്. വാട്ടർ സല്യൂട്ടോടെ ഒരു പുതിയ വിമാനത്തെ വിമാനത്താവളത്തിൽ സ്വീകരിക്കുമ്പോൾ എങ്ങനെയാണോ വാട്ടർ സല്യൂട്ട് നൽകുന്നത്, അങ്ങനെ ഒരു വാട്ടർ സല്യൂട്ടോടെയാണ് മുംബൈ എയർപോർട്ട് ആ വിമാനത്തെ സ്വീകരിച്ചത്. എയർപോർട്ടിലേക്ക് അതിലിരിക്കുന്നത് ഇന്ത്യയുടെ, ഒരു നാടിൻ്റെ 140 കോടി ഇന്ത്യയുടെ അഭിമാന താരങ്ങളാണ്. വലിയ പോരാട്ടം നടത്തി, വലിയ മത്സരങ്ങളിലൂടെ രാജ്യത്തിൻ്റെ അഭിമാനം വാനോളം ഉയർത്തി 2020 ലോകകപ്പുമായി ജന്മനാട്ടിലേക്ക് തിരികെ വന്ന ആ താരങ്ങൾക്ക്, ആ അഭിമാന താരങ്ങൾക്ക് ഇതാ രാജ്യം വലിയ ആദരവ് നൽകുകയാണ്. സ്നേഹനിർഭരമായ, വികാരനിർഭരമായ വരവേൽപ്പിനാണ് മുംബൈ ഇപ്പോൾ സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. മുംബൈയിലെ തെരുവീതികളിൽ, മഹാരാഷ്ട്രയിലെ തെരുവീതികളിൽ അണിനിരക്കുന്ന ഈ 10,000-കണക്കിന് ആളുകളാണ് ഇന്ത്യയുടെ ക്രിക്കറ്റ് ഇതിഹാസത്തിന്, അല്ലെങ്കിൽ ഇന്ത്യയുടെ ക്രിക്കറ്റ് ചരിത്രത്തിന്, അതിനെ ബാറ്റണിങ്ങിനെ ഓരോ തലമുറകളായി ഏറ്റുവാങ്ങി മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഓരോ മത്സരത്തിനിടയിലും ആ രാജ്യത്തിന് വേണ്ടി ഗാലറികളിൽ ആർത്തു വിളിക്കുന്ന ഇന്ത്യക്കാർ, വീടുകളിലെ ടെലിവിഷൻ സെറ്റിന് മുന്നിലിരിക്കുന്ന ഇന്ത്യക്കാർ, പ്രാർത്ഥനകളോടെ കാത്തിരിക്കുന്ന ലക്ഷക്കണക്കിന്, അങ്ങനെ അവരുടെ ഇടയിലേക്കാണ് അങ്ങനെ മഹാകിരീടങ്ങളുടെ ഒരു വരൾച്ച കാലത്തിന് ശേഷം ഒരു വേൾഡ് കപ്പിൻ്റെ വലിയ മഴക്കാലത്തേക്ക് ആ മുംബൈയിലെ വിമാനത്താവളത്തിലേക്ക് ഇന്ത്യൻ ടീം എത്തുന്നത്. നേരത്തെ ശ്രീനാഥ് സൂചിപ്പിച്ചു, കനത്ത മഴയും കാറ്റും ഉണ്ടായിരുന്നു മുംബൈയിൽ. അങ്ങനെ മൺസൂൺ രാജ്യമാകെ വ്യാപിച്ചു. മഹാരാഷ്ട്രയിൽ ഇങ്ങനെ പെയ്ത് ഒഴിയാതെ കാത്തു നിൽക്കുന്ന ഈ വൈകുന്നേരത്താണ് ടീം ഇന്ത്യ അവരുടെ വിശ്വവിജയം പ്രഖ്യാപിച്ചുകൊണ്ട് മുംബൈയിലേക്ക് ഇറങ്ങിയത്. വലിയ ആരവത്തോടെ, അതായത് ദിഗന്ധങ്ങൾ പൊട്ടുന്ന ആവേശത്തിലുള്ള ആരവത്തിലൂടെ ആ ടീം ഇന്ത്യയെ വരവേൽക്കുകയാണ് മുംബൈയിലെ ക്രിക്കറ്റ് ആരാധകർ. വാങ്കഡെ സ്റ്റേഡിയത്തിലേക്ക് അല്പസമയത്തിനകം അവർ റോഡ് ഷോയായി, ഒരു വിക്ടറി പരേഡ്, കേവലം ഒരു റോഡ് ഷോ എന്ന് പറയുന്നതിനപ്പുറത്തേക്ക് ഒരു വിക്ടറി പരേഡാണ്. നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട് ലോകകപ്പ് ഫുട്ബോൾ കിരീടം നേടി അർജന്റീനയ്ക്ക് ആ നാട്ടിൽ കിട്ടിയ സ്വീകരണം. ലക്ഷക്കണക്കിന് ആളുകളാണ് അർജന്റീനയ്ക്ക് ബ്യൂണസ് അയേഴ്സിൽ വലിയ വരവേൽപ്പ് നൽകിയത്. ആ ബ്യൂണസ് അയേഴ്സിലെ ദൃശ്യങ്ങളെ കടത്തിവെട്ടുന്ന, ആ ദൃശ്യങ്ങളെ മറയ്ക്കുന്ന
മനോഹരമായ കാഴ്ചയാണ് മുംബൈയിൽ. മനുഷ്യക്കടലായ മനുഷ്യ മഹാസമുദ്രമായി മുംബൈ മാറുന്ന അപൂർവങ്ങളിൽ അപൂർവമായ കാഴ്ചയ്ക്കാണ് ഇതാ ഇന്ത്യയുടെ കായിക ഭാരതം സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. ആ അത്ഭുത കാഴ്ചയിലേക്ക്, അഭിമാന കാഴ്ചയുടെ വിശദാംശങ്ങളിലേക്ക് ഇതാ ഇപ്പോൾ ICC വേൾഡ് കപ്പിലെ മികച്ച ഓൾറൗണ്ടർ, നമ്മുടെ റാങ്കിൽ ഒന്നാമതായ ഓൾറൗണ്ടർ ഇപ്പോൾ ഹാർദിക് പാണ്ഡ്യ ആ കിരീടം ഉയർത്തി കാണിക്കുകയാണ്. തീർച്ചയായും ഹാർദിക് പാണ്ഡ്യയ്ക്ക് ആ കിരീടം ഉയർത്തി അഭിവാദ്യം ചെയ്യുന്നതിന് എല്ലാ തരത്തിലും അർഹതയുണ്ട്. ഒരു 2 മാസം മുമ്പ് ഇന്ത്യൻ ക്രിക്കറ്റിൽ ഏറ്റവും വെറുക്കപ്പെട്ടവനെന്ന എല്ലാ അർത്ഥത്തിലും ഒരുപക്ഷെ മുംബൈയിൽ അത് പ്രത്യേകം പറയേണ്ടതുണ്ട്. അങ്ങനെ പറഞ്ഞ ഹാർദിക് പാണ്ഡ്യ മുംബൈ ഇന്ത്യൻസിന് വലിയ തോൽവിയിലേക്ക് നയിക്കാൻ കാരണക്കാരനെന്ന് കായിക പ്രേമികൾ, ക്രിക്കറ്റ് ആരാധകർ, മുംബൈ ഇന്ത്യൻസിന്റെ ആരാധകരൊക്കെ പറഞ്ഞ ഹാർദിക് പാണ്ഡ്യ അങ്ങനെ ലോകം കീഴടക്കി ആ കപ്പുമായി തിരികെ എത്തിയിരിക്കുന്നു. മുംബൈയുടെ തെരുവീതികളിലേക്ക് അദ്ദേഹം ഇറങ്ങാൻ പോവുകയാണ്. ഒരുപക്ഷെ ICCയുടെ ചരിത്രത്തിൽ ICCയും ഇന്ത്യയും തമ്മിലുള്ള ബന്ധം പരിശോധിച്ചാൽ അതിന്റെ ചരിത്രത്തിൽ ഒരു ഓൾറൗണ്ടർ, ഒരു ഇന്ത്യക്കാരനായ ഓൾറൗണ്ടർ ഇതുവരെ അത്തരം ഒരു 1ാം റാങ്കിലേക്ക് വന്നിട്ടില്ല. അങ്ങനെ ഒരു ഓൾറൗണ്ടർ ഒന്നാമനാകുന്നു, ICCയുടെ റാങ്ക് പട്ടികയിൽ ഒരു ഇന്ത്യക്കാരൻ ഒന്നാമനാകുന്നു എന്ന തീരുമാനം ഇന്നലെയാണ് വന്നത്. അതിന് പിറ്റേന്നാണ് ഇതാ ആ ലോക കിരീടവുമായി ഹാർദിക് പാണ്ഡ്യ മുംബൈയിലേക്ക് ഇറങ്ങുന്നു. കാണികളെ അഭിവാദ്യം ചെയ്ത് വിമാനത്താവളത്തിന് പുറത്തേക്ക് പോകുന്നു. രോഹിത് ശർമ്മ എന്ന ഇന്ത്യൻ ക്രിക്കറ്റിലെ എക്കാലത്തെ മികച്ച ക്യാപ്റ്റൻ, ഒരുപക്ഷെ മഹേന്ദ്ര സിംഗ് ധോണിക്കൊപ്പം രോഹിത് ശർമ്മയുടെ പേര് കൂടി ക്രിക്കറ്റ് ആരാധകർ ഒരു മികച്ച ക്യാപ്റ്റൻ എന്ന നിലയിൽ ഒപ്പത്തിനൊപ്പം ചേർത്ത് വെക്കുന്നു. വിരാട് കോഹ്ലി എന്ന ക്രിക്കറ്റ് ഇതിഹാസം സച്ചിൻ ടെണ്ടുൽക്കറിന് ഒപ്പമോ അല്ലെങ്കിൽ തൊട്ടു പിന്നിലോ, ഞാൻ ഒപ്പമെന്ന് പറയും, ചിലർ തൊട്ടു പിന്നിലെന്ന് പറയും, അങ്ങനെ വിരാട് കോഹ്ലി എന്ന ക്രിക്കറ്റ് ഇതിഹാസം നമ്മളെ ഇന്ത്യൻ ക്രിക്കറ്റിനെ അഭിവാദ്യം ചെയ്യാൻ അങ്ങ് വാങ്കഡെ സ്റ്റേഡിയത്തിലേക്ക്, നരിമാൻ പോയിന്റ് മുതൽ വാങ്കഡെ സ്റ്റേഡിയം വരെയുള്ള ആ രാജവീതിയിലെ ആ വിക്ടറി പരേഡിൽ അണിനിരക്കാൻ പോവുകയാണ്. അങ്ങനെ മുഴുവൻ താരങ്ങളുടെയും പേര്, നമ്മളുടെ പ്രിയപ്പെട്ട സഞ്ജു സാംസൺ അടക്കുന്ന അങ്ങനെ മുഴുവൻ പേരുടെയും പേര് ഈ ഘട്ടത്തിൽ പറയുന്നുണ്ട്. നമുക്കറിയാം സിംബാബ്വെ പര്യടനത്തിന് ടീം ഇന്ത്യ പുറപ്പെട്ടു, സഞ്ജു അതിൽ അംഗമാണ്. പക്ഷേ മുംബൈയിലെ സ്വീകരണം ഏറ്റുവാങ്ങി, വാങ്കഡെ സ്റ്റേഡിയത്തിലെ പാരിതോഷികവും ഏറ്റുവാങ്ങിയ ശേഷം മാത്രമേ സഞ്ജു നിങ്ങൾ സിംബാബ്വെയിലേക്ക് പോകാവൂ എന്ന് BCCI സഞ്ജുവിനോട് പറഞ്ഞു. അങ്ങനെ സഞ്ജുവിനകത്ത് 2 മത്സരം നഷ്ടമാകുന്നുവെങ്കിലും ആ ഒരു വിജയമുഹൂർത്തത്തിന് തുല്യമായ ഒരു മുഹൂർത്തത്തിൽ സഞ്ജു സാംസൺ കൂടി വാങ്കഡെ സ്റ്റേഡിയത്തിൽ ഉണ്ടാവണം. മുംബൈയിലെ തെരുവീതിയിലൂടെ നടക്കുന്ന ആ വലിയ രാജകീയ പരേഡിൽ സഞ്ജുവും ഉണ്ടാകണമെന്ന് BCCI തീരുമാനിച്ചു. അങ്ങനെ 2 മത്സരം റദ്ദാക്കി സഞ്ജുവും ആ ടീമിനൊപ്പമുണ്ട്. വലിയ സന്തോഷത്തോടെ ഇന്ത്യയിലെ ക്രിക്കറ്റ് ആരാധകർ മുഴുവൻ സ്വീകരിക്കുകയാണ് അവരെ. എത്താവുന്ന മുഴുവൻ ആളുകളും, ഇന്ത്യയിൽ നിന്ന് എത്താവുന്ന മുഴുവൻ ആളുകളും ഇതിനോടകം മുംബൈയുടെ തെരുവീതിയിൽ നരിമാൻ പോയിന്റിലും മറൈൻ ഡ്രൈവിലും വാങ്കഡെ സ്റ്റേഡിയത്തിലുമൊക്കെ അണിചേർന്ന് കഴിഞ്ഞിട്ടുണ്ട്. അല്ലാത്തവർ ടെലിവിഷൻ സെറ്റിന് മുന്നിൽ അത് കാണുന്നുണ്ട്. അങ്ങനെ ഒരു 140 കോടി ജനങ്ങളുടെ സന്തോഷം, ആവേശം, ആഹ്ലാദം അത് അലയടിക്കുന്ന ഒരു വൈകുന്നേരം. വളരെ സന്തോഷത്തോടു കൂടിയാണ് നമ്മളും ഈ സ്വപ്ന കിരീടം നാട്ടിലെത്തിച്ച ടീം ഇന്ത്യയെ വീണ്ടും 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 കാണുന്നത്, അവരെ വീണ്ടും വീണ്ടും അഭിവാദ്യം ചെയ്യുന്നത്, അവരെ അഭിനന്ദനങ്ങൾ കൊണ്ട് മൂടുന്നത്. എക്കാലത്തും എന്നും 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 നമുക്ക് ഇങ്ങനെ കിരീടങ്ങൾ ഉണ്ടാവട്ടെ എന്ന വലിയ പ്രാർത്ഥനയോടെ, ആശംസകളോടെ ടീമിനെ നാട്ടിലേക്ക് സ്വീകരിക്കുകയാണ്, ജന്മനാട്ടിലേക്ക് സ്വീകരിക്കുകയാണ്. ക്രിക്കറ്റിന് എക്കാലത്തും ഹൃദയത്തോട് ചേർത്ത് വെച്ചിട്ടുള്ളവരാണ് മഹാരാഷ്ട്രക്കാർ, മുംബൈയിലെ ക്രിക്കറ്റ് ആരാധകർ. അതിന് കേവലം മഹാരാഷ്ട്ര എന്നതിനപ്പുറത്തേക്ക് മുംബൈ എന്ന് പറയുന്നത് നമുക്കറിയാം ഒരു ഫ്ലോട്ടിംഗ് പോപ്പുലേഷനുള്ള നഗരമാണ്. അത് ഇന്ത്യയുടെ എല്ലാ ഭാഗങ്ങളിൽ നിന്ന് ആളുകൾ അവരുടെ ദൈനംദിന ജീവിതത്തിന്റെ ഭാഗമായി അവിടെ ജോലിക്കെത്താറുണ്ട്. അങ്ങനെ യഥാർത്ഥത്തിൽ ഒരു ഇന്ത്യ തന്നെയാണ് മുംബൈ. ആ മഹാനഗരത്തിന്റെ തെരുവീതികളിൽ ഇന്ത്യക്കാരിങ്ങനെ അങ്ങനെ ആർത്തലയ്ക്കുകയാണ് വലിയ ആവേശത്തോടെ. ഇതാ നോക്കൂ, നമ്മൾ രാവിലെ കണ്ടതാണ് BCCIയും ഒക്കെ അവർക്ക് സ്വീകരണം നൽകുന്നത് ആ എയർപോർട്ടിൽ. അതിനുശേഷം പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ ആവേശകരമായ സ്വീകരണം അവർക്ക് നൽകുന്നത് നമ്മൾ കണ്ടു. അതിനുശേഷം ഇതാ ഇപ്പോൾ ആ ടീം മുംബൈയിലേക്ക് എത്തിയിരിക്കുന്നു. മുംബൈ ഇന്ത്യൻസിന്റെ നാട്. മുംബൈ ഇന്ത്യൻസ് എന്ന് പറഞ്ഞാൽ കേവലം പേരുകൊണ്ട് മാത്രമല്ല, യഥാർത്ഥത്തിൽ അത് ഇന്ത്യ തന്നെയാണ്. മുംബൈ എന്നത് ഒരു പാൻ ഇന്ത്യയുടെ പരിച്ഛേദമാണ് മുംബൈ. ആ മുംബൈയുടെ മണ്ണിലാണ് ആ വിശ്വകിരീടവുമായി ടീം ഇന്ത്യയുടെ എക്കാലത്തെയും മഹാന്മാരായ പോരാളികൾ ഇതാ ഇറങ്ങിയിരിക്കുന്നത്. അവർക്ക് രാജകീയ സ്വീകരണം നൽകുകയാണ്. സ്വപ്ന കിരീടം നാട്ടിലെത്തിച്ച ടീം ഇന്ത്യയുടെ ചുണക്കുട്ടന്മാർക്ക് വലിയ ആവേശത്തോടെ മുംബൈ നഗരം അവരെ സ്വീകരിക്കുകയാണ്, അവരെ നെഞ്ചേറ്റുകയാണ്.